പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 62:12 വാക്യം. കർത്താവേ, ദയയും നിനക്കുള്ളതാകുന്നു, നീ ഓരോരുവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. ഒരിക്കൽ ഒരു നായ ഒരു കുട്ടയുമായി കടയിലേക്ക് വന്നു. കടക്കാരൻ ആ കുട്ടയിലേക്ക് നോക്കിയപ്പോൾ ഒരു സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം കടക്കാരൻ കൊടുത്ത് ബാക്കി പൈസയും ആ കുട്ടയിൽ വെച്ച് കൊടുത്തു. ഇതെല്ലാം കണ്ടു നിന്ന ഒരു ചെറുപ്പക്കാരന് വളരെ ആകാംക്ഷ തോന്നി. ഈ നായ നോക്കിയപ്പോൾ കൃത്യമായി റോഡ് ക്രോസ് ചെയ്യുന്നു, സിഗ്നലിൽ നിൽക്കുന്നു, ബസ് നമ്പർ നോക്കി അതിൽ കയറി പോകുന്നു. ചെറുപ്പക്കാരൻ ആ നായയെ പിന്തുടർന്നു. ആരാണ് ഈ നായയുടെ ഭാഗ്യശാലിയായ യജമാനൻ? കൃത്യമായ സ്റ്റോപ്പിൽ നായ ഇറങ്ങി ഒരു വീട്ടിലേക്ക് ചെന്നു. ആ വീടിൻ്റെ കോളിംഗ് ബെൽ അടിച്ചു. അകത്തുനിന്നും ഒരാൾ വന്ന് ആ കുട്ട വാങ്ങിയിട്ട് നായയ്ക്കൊരു അടി കൊടുത്തു. വളരെ അത്ഭുതത്തോടെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ആ നായയെ തല്ലിയത്? ഈ നായയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കോളിംഗ് ബെൽ അടിക്കരുത്, പുറകുവശത്തുകൂടി അകത്ത് വരാൻ. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്ന് ആ യജമാനൻ പറഞ്ഞു. എത്ര ദുഃഖകരമായ കാര്യമാണല്ലേ അവിടെ നടന്നത്. നന്ദിയില്ലാത്ത ആ യജമാനൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിങ്ങൾ എത്ര നന്മ ചെയ്താലും നിങ്ങൾക്ക് അതിന് തക്കതായ നന്ദി ലഭിക്കാൻ പോകുന്നില്ല. ഇനിയും അധികമായി നിങ്ങളിൽ കുറ്റം കണ്ടെത്തുകയാണ് അവർ ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഉത്തരവാദിത്തമുള്ളവർക്ക് നാം നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് മാത്രമേ നന്ദിയും പ്രതിഫലവും പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അനേകർ മനുഷ്യരിൽ പ്രതിഫലം പ്രതീക്ഷിച്ച് അത് ലഭിക്കാതെ പോകുമ്പോൾ അവർ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോവുകയാണ്, നന്മ ചെയ്യുന്നത് നിർത്തിക്കളയുകയാണ്. എന്നാൽ ദൈവത്തിൽ നിന്നുമുള്ള പ്രതിഫലം അവർക്ക് അതിലൂടെ നഷ്ടമാകുന്നു. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്നത്, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത് എന്ന്. നമ്മുടെ കണ്ണുകളെ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. കാരണം നമുക്കുള്ള പ്രതിഫലം അവിടെ നിന്നാണ് വരുന്നത്. ഓരോരുവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവമാണ് പകരം നൽകുന്നത്. ഗോഡ് ബ്ലെസ് യു.